സ്പൈസ് ആൻഡ് നട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഒരു പ്രോൺസ് റോസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോൺസ് റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള ചെമ്മീൻ പ്രോൺസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ആദ്യം അതിന്റെ മാരിനേഷനാണ്. നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി അതിന്റെ നീരാണ് വേണ്ടത്, ലെമൺ ജ്യൂസ് ആണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ പ്രോൺസിനെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാട് നേരം ഒന്നും വേണ്ട, ഒരു 15 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. പ്രോൺസ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ഇനി ബാക്കി പ്രോൺസ് ഫ്രൈ ചെയ്യാനും അതേപോലെ അതിന്റെ മസാലയ്ക്കും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രോൺസ് റോസ്റ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തതാണ്, പേസ്റ്റ് അല്ല ചതച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം തക്കാളി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക്, ഒന്നാം പാലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് പൗഡറോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് നമ്മൾ ക്യാൻഡ് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പൗഡർ ആണെങ്കിൽ തിക്കായിട്ടുള്ള മിൽക്ക് കിട്ടാൻ പാകത്തിന് ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനോ അവസാനം ആഡ് ചെയ്യാനായിട്ട് അതിലേക്ക് വേണ്ട കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് മൈദ ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഓരോന്നായിട്ട് അതിനൊന്ന് കോട്ട് ചെയ്തെടുക്കണം. റെഡിയാക്കി വെച്ച പ്രോൺസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. കോൺഫ്ലവറിൽ മുക്കി വെച്ച പ്രോൺസ് ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ ചട്ടിയിലേക്ക് ഇടാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സാധാ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഓരോ പ്രോൺസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാണ്. പ്രോൺസ് എല്ലാം ചട്ടിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ഓഫ് ഫ്ലെയിമിലേക്ക് മാറ്റരുത്, പ്രോൺസിൽ ഫുള്ള് ഓയിൽ കുടിക്കും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു സൈഡ് ഫുള്ള് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5 to 7 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഒരു സൈഡ് റെഡിയാവും. അതിനുശേഷം നമുക്ക് എല്ലാം മറിച്ചിട്ടിട്ട് പിന്നെ ഒരു 5 to 7 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. ഇപ്പൊ ഈ പ്രോൺസ് നമ്മൾ അടുപ്പത്ത് വെച്ചത് 2 സൈഡും ഒരേപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ റോസ്റ്റിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. റോസ്റ്റിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മുടെ റോസ്റ്റ് വേറെ വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല, അതുകൊണ്ട് സവാള നന്നായിട്ട് വെന്തില്ലെങ്കിൽ ആ ഒരു മസാലയ്ക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഇതുപോലത്തെ റോസ്റ്റ് പോലുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സവാള, തക്കാളി ചേർക്കുന്ന പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വരണം. പ്രത്യേകിച്ച് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞാൽ മാത്രമാണ് ആ കറിക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്ലേവർ കിട്ടുള്ളൂ. സവാള നന്നായിട്ട് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ മസാല സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിന്റെ സ്മെല്ലെല്ലാം പോയി കഴിഞ്ഞാൽ, പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് തക്കാളി നന്നായിട്ട് ഇതിന്റെ കൂടെ വെന്ത് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക്
ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ പ്രോൺസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 2-3 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വേറെ ഒരു ലിക്വിഡ് നമ്മൾ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. തേങ്ങാപ്പാൽ മാത്രം ആഡ് ചെയ്തൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. മാത്രമല്ല നമ്മൾ പ്രോൺസ് കോട്ടിങ് എല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ മൈദയെല്ലാം ചിലപ്പോൾ ഉള്ള ലിക്വിഡ് പരമാവധി അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് ഇപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മസാലയെല്ലാം നന്നായിട്ട് പ്രോൺസിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കുന്നുള്ളൂ, ഒരുപാട് മല്ലിയില ചേർക്കുന്നില്ല. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രോൺസ് റോസ്റ്റ് റെഡിയാവും. പ്രോൺസ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വിഭവവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.